ഹലോ ഗൈസ്, ലെറ്റ്സ് ട്രൈ ബീഫ് ബ്രിസ്ക്കറ്റ്. പല ആളുകളും ഈ ബ്രിസ്ക്കറ്റിനെ കുറിച്ച് കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ലല്ലേ. അങ്ങനെയുള്ളവർക്ക് ഞാൻ ആദ്യം ബ്രിസ്ക്കറ്റിനെ പരിചയപ്പെടുത്തി തരാം. ഈ പോത്തിൻ്റെ നെഞ്ചിന്നോ അതോ താഴെ നെഞ്ചിന്നോ എടുത്തിട്ടുള്ള പീസിനെയാണ് ബ്രിസ്ക്കറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓവർ ഇൻഗ്രീഡിയൻസും ചേർക്കാതെ വെറും ഉപ്പും കുരുമുളകും മാത്രം ചേർത്ത് സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന സാധനമാണ് ഈ ബീഫ് ബ്രിസ്ക്കറ്റ്. നോർമലി ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് സ്മോക്കറിലും അതേപോലെ തന്നെ ഓവനിലൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ നമ്മളിവിടെ നോർമൽ ഫ്രൈ പാൻ വെച്ചിട്ടാണ് ഇത് ട്രൈ ചെയ്യാൻ പോണത്. ഇത് നമ്മൾ ഓവനിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 250 to 300 ഫാരൻഹീറ്റിൽ, അതായത് 121 to 149 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ഒരു പൗണ്ടിന് 1.5 മണിക്കൂർ വരെ കുക്കിംഗ് ടൈം ആവശ്യമാണ്. നമ്മളിതിൽ കുരുമുളക് പൊടിയും ഉപ്പും നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് ഏകദേശം ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എത്രത്തോളം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റണോ അത്രത്തോളം സാൾട്ടും പെപ്പറും അതിൽ പിടിക്കും. നമ്മളിവിടെ കുക്കിങ്ങിനായിട്ട് ബട്ടറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഒരു പാനിൽ ബട്ടർ എടുത്ത് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ബ്രിസ്ക്കറ്റിൻ്റെ ഓരോ പീസുകളായിട്ട് അതിൽ വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഏകദേശം 1 മണിക്കൂർ കുക്ക് ചെയ്തെടുത്താൽ നമുക്ക് അടിപൊളിയായിട്ട് ബ്രിസ്ക്കറ്റ് കുക്ക് ചെയ്ത് കിട്ടും. ഓവർ ഇൻഗ്രീഡിയൻസോ മസാലേൻ്റെ കുത്തൊന്നുമില്ലാതെ പ്യുവർ മീറ്റിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണിത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ പറയണില്ല. നിങ്ങളൊരു ബീഫ് ലവറാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണിത്. ഈ പാനിൽ നിന്ന് ഇത് കോരിയെടുത്തിട്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ എൻ്റെ മക്കളെ, ഇത് കണ്ടിട്ടേ വായിൽ വെള്ളം വരാതെ എത്ര ആൾക്കാരുണ്ട്. ഒരു പോത്തിൻ്റെ ഏറ്റവും കൂടുതൽ പേശികളുടെ ഭാഗമാണ് ഈ ചെസ്റ്റ് ഭാഗം. അപ്പോൾ അവിടെയുള്ള മീറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റുള്ള മീറ്റായിരിക്കും. അപ്പോൾ ഇതുവരെ ഇത് കഴിച്ചു നോക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയും. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വെറൈറ്റി ഫുഡ് ഐറ്റംസിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ അതൊന്ന് കയറി കണ്ടോളി.